ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ കുഴച്ച് നമുക്ക് ഉരുളകളാക്കി എടുത്ത് നമുക്ക് അത് ഫ്രൈ ആക്കിയിട്ട് പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് എടുക്കുന്നതാണ്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് നാളായി അത് ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഒരു 3/4 കപ്പ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചവെള്ളം. നമുക്ക് ഇതിലിനി സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പ് കുറച്ചൊന്ന് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരണം. നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി, ഇത്ര വറ്റണ്ട, ഒരു ചെറിയൊരു കട്ടിക്കൊരു നൂൽപ്പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഗുലാബ് ജാമിൻ്റെ പൊടി നമ്മൾ കുഴയ്ക്കുകയാണ്. നോർമൽ വെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുന്നത് കൊണ്ട് കുറച്ച് നെയ്യോ ഏതെങ്കിലും ഓയിലോ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ കയ്യിൽ ഉരുളകളാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. കുറച്ചുകൂടി ഇത് കുഴയ്ക്കാനുണ്ട്. ഞാൻ നെയ്യാണ് ചേർത്തത്. ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഗുലാബ് ജാമിൻ്റെ ഞാൻ നല്ല പോലെ കുഴച്ച് നമ്മൾ നെയ്യ് പുരട്ടിയപ്പോൾ തന്നെ അത് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഉരുള വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. എന്നിട്ട് ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലിൽ നമുക്കത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് പഞ്ചസാര സിറപ്പിൽ വെച്ച് കൊടുക്കാം. സിറപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊന്ന് തിളന്ന്, പിന്നെ ഇതിൽ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടത്. പക്ഷേ ഞാൻ 1/2 കപ്പ് കൂടി ഇട്ടു. മധുരം കുറവ് പോലെ തോന്നി. അപ്പം മധുരം നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഗുലാബ് ജാം എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു മധുര റെസിപ്പിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഒന്ന് നോക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ. കുറച്ചുകൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവം എന്ന് നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ പച്ചവെള്ളം പോലെയല്ലേ ഇരിക്കണം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ എല്ലാം ഞാൻ ഉരുളകളാക്കി വച്ചിട്ടുണ്ട്. നല്ലപോലെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് വറുത്ത് കോരണം, എണ്ണയിൽ വറുത്ത് കോരണം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഗുലാബ് ജാമിൻ്റെ നമുക്ക് എണ്ണയിലോട്ട് വറുത്ത് ഉരുളകളെല്ലാം കൂടെ എണ്ണയിലോട്ട് നമുക്ക് വറുത്ത് കോരാം. ഈ പഞ്ചസാര സിറപ്പ് നമ്മൾ തണുത്തതിന് ശേഷമാണ് നമ്മൾ ബോൾസിൽ ഇടേണ്ടത് കേട്ടോ. അതുപോലെ നമ്മൾ വറുത്ത് കോരുമ്പോൾ എണ്ണ നല്ലപോലെ തോർന്നിരിക്കണം. എന്നിട്ട് വേണം ഇതിൽ ഇടാനുള്ളത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിലോട്ട് ഇടാനുള്ള ബോൾസ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് വയ്ക്കാവേ. നമ്മുടെ സിറപ്പ് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ഇതിലിരുന്ന് സെറ്റായി വരണം.
അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഫ്രൂട്ട് കേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വാനില ഐസ്ക്രീമിൻ്റെ 2 സ്കൂപ്പ് വയ്ക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ വയ്ക്കാം. ഇതേപോലെ കേക്കും ഐസ്ക്രീമും വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാം കഴിക്കാം. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.